ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഒരു 13 വയസ്സ് ഒരു കുട്ടിയുടെ പാവാടയും ബ്ലൗസിൻ്റെ ബ്ലൗസാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പഫ് സ്ലീവൊക്കെ വെച്ച് തച്ചിട്ടുള്ള ഒരു ബ്ലൗസാണ്. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ജരി ത്രെഡ് നമ്മളിതിന് മുൻപേ ഇതുപോലെ ചുറ്റി ചെയ്തിട്ടുണ്ട്. അതായത് ജരി ത്രെഡ് 2 സ്ട്രാൻഡ്സ് ചേർത്തിട്ട് ഈ ബോബിനിലൊന്ന് ചുറ്റിയിട്ടെടുക്കണം. ഇതിൽ നമുക്ക് ശകലം തന്നെ മതിയാകും. ഇത് ഞാൻ നേരത്തെ ചുറ്റി വെച്ചിട്ടുള്ളതാണ്. ബോബിനിൽ ബാലൻസ് ഇരുന്ന ആ ത്രെഡാണ്, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഫ്രണ്ട് നെക്കിൽ ഇവിടെ 2 സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എൻഡിലൊന്ന് അതിൻ്റെ അടുത്ത് ശകലം നീക്കിയിട്ട് വേറൊരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തു കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ആ ബോബിനിൽ ചുറ്റി വെച്ചിട്ടുള്ള ആ ത്രെഡ് 2 സ്ട്രാൻഡ്സും ചേർത്തിട്ട് ഇങ്ങനെ ഞാൻ ഈ ബോബിൻ ഗ്യാസിലോട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സീവിങ് ത്രെഡ് കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ നെക്കിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കണ്ട ഈ ബാക്ക് സൈഡ് നമുക്ക് 2 സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാം. അതിൽ സെക്കൻഡ് സ്റ്റിച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുള്ള ആ ത്രെഡിൻ്റെ പുറത്തു കൂടെയാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളും നമുക്ക് ആവശ്യമുള്ള അത്രയും പാർട്ട്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അത്രയും പാർട്ട് അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിന് കുറച്ചുകൂടി ഇതിൻ്റെ തിക്നെസ് കൂട്ടാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ട, ഇത്രയും തന്നെ നമുക്ക് മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വീറ്റ് ബീഡും അതുപോലെ ഷുഗർ ബീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലോത്തിൻ്റെ കളറിൽ സീവിങ് ത്രെഡ് എടുക്കാം. ഞാനിതിൽ 2 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ശകലം താഴ്ത്തിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു വീറ്റ് ബീഡും അതുപോലെ ഒരു ഷുഗർ ബീഡും കോർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിത് ഇതുപോലെ മുകളിലോട്ട് ചരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ പ്ലേസിൽ തന്നെ ആ ലൈൻ്റെ ഇപ്പുറത്ത് വശത്തോട്ട് തിരിച്ച് നമുക്ക് പുറത്തേക്ക് നൂല് കോർത്തെടുക്കാം. എന്നിട്ട് വീണ്ടും ഞാനൊരു ഇതുപോലെ തന്നെ ഒരു വീറ്റ് ബീഡും ഒരു ഷുഗർ ബീഡും കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് സൈഡ് ഇതുപോലെ തന്നെ മുകളിലോട്ട് ചരിച്ച് വെച്ച് അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കൊരു 1/4 ഇഞ്ച് താഴേക്ക് സൂചി കുത്തി പൊക്കി എടുക്കാം. വീണ്ടും നമുക്കതുപോലെ തന്നെ ഒരു വീറ്റ് ബീഡും ഒരു ഷുഗർ ബീഡും കോർത്ത് കൊടുക്കാം. എന്നിട്ട് കണ്ട ഇതുപോലെ തന്നെ ചരിച്ച് വെച്ചതിന് ശേഷം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ലൈൻ്റെ ഇപ്പുറത്ത് വശത്തോട്ടും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ലൈനിൻ്റെ അപ്പുറത്ത് വശവും ഇപ്പുറത്ത് വശവുമായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് അത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കണ്ടോ, ഞാൻ ഇത്രയും ഭംഗി ഇതിൽ പ്രതീക്ഷിച്ചില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ വശത്ത് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് ഈ ഡിസൈൻ മുകളിലോട്ട് വരുന്ന രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സെൻറ്റർ വരയ്ക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.